വയനാട് ദുരന്തത്തിൻ്റെ അതിജീവനം എന്നൊക്കെ പറയുന്നത് അഭിജിത്ത് എന്ന് പറയുന്ന ഈ ഒരു യുവാവാണ്. ശ്മശാനത്തിൽ വെച്ച് വാവിട്ട് കരയുന്ന അഭിജിത്തിൻ്റെ മുഖം ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിജിത്ത് ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. 1 വർഷമാകുന്നു. അഭിജിത്തിൻ്റെ ജീവിതം ഇപ്പം എങ്ങനെയാണ്? കുഴപ്പമില്ല, ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവരെ താഴത്തെ വലിയച്ഛൻ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ അതേ ഒരു ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്ര മിസ് ചെയ്യുന്നില്ല. കാരണം ഇവർ എല്ലാവരും ഒരേപോലെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. അത് പിന്നെ വിഷമം വന്നാൽ കരഞ്ഞു തീർക്കാന്നല്ലാതെ വേറൊന്നും നമുക്ക് പറയാനില്ല. അന്ന് തിരുവനന്തപുരത്തായിരുന്നു പഠിക്കുന്നത്? തിരുവനന്തപുരത്തായിരുന്നു. ഏതിനായിരുന്നു? ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇപ്പോഴും? ഇപ്പോൾ ഞാൻ BTTM ട്രാവൽ ടൂറിസം അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിഗ്രി എടുക്കാൻ വെച്ചു. ഡിഗ്രി എടുക്കും. അന്ന് അവിടെ പഠിക്കുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടു. പിന്നീട് ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൂ. ഞാൻ ആദ്യം ഈ ഡേറ്റാണ് ഇപ്പോൾ പറ്റാത്ത, മഴയൊക്കെ ആയതുകൊണ്ട് വീക്കെൻഡിൽ ഇങ്ങനെ പോകുന്നത്. വീടെല്ലാം ആ സ്ഥലം വിളിച്ചു പോയി. വിളിച്ചു. എന്താണ് ഇനി ഒരു ലക്ഷ്യബോധം? പഠിക്കണം, നന്നാക്കി വേണ്ടി ജീവിക്കുക. അല്ലാണ്ട് ഇനിയിപ്പോൾ കുറേ കൂട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. അതേപോലെ ഒരു വീട്ടിലോട്ടിൽ എന്നാകും പോകും. ഇവിടെ വാടകയ്ക്ക് താമസിക്കുക? അവിടെ വാടകയ്ക്ക് താമസിക്കുക. ഈ മഴയൊക്കെ വരുമ്പോൾ ഒരു ഭീതി മനസ്സിൽ? ഇല്ലല്ല, ഇപ്പം അങ്ങനത്തില്ല. ഇപ്പം അങ്ങനെ പേടിയൊന്നുമില്ല. വന്നാൽ പോകും, മനുഷ്യൻ്റെ കാര്യമല്ലേ. ജീവനെ പേടിയൊന്നുമില്ല. ഇപ്പോൾ പോയാൽ പോട്ടെ വെച്ചിട്ട് പെർമനൻ്റ് ആരും ഇവിടെ ഇല്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ പലതും പറയും, ഇവർ ഇത്രയും പേര് പോയിട്ട് ഇവന് സന്തോഷമായി നിൽക്കുന്നത്. ഇതിലെ കേട്ടിട്ട് ഇതിലേ വിടും. എന്താ പഠനം കഴിഞ്ഞൊരു ജോലി അല്ലേ? ഇനി അവിടെ ഒരു തിരിച്ചു പോക്കില്ലല്ലോ അല്ലേ? ആ സ്ഥലം പോകാനുണ്ട്, പോകും, ഇടയ്ക്കിടയ്ക്ക് പോകും. എന്തായാലും ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, ഇനി പോകാതിരിക്കാൻ പറ്റില്ല. വല്യമ്മ എപ്പോഴും പറയും, ഇപ്പോൾ ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തതാണ്, ഇവിടുത്തെ ചേച്ചീനെ, വല്യമ്മേൻ്റെ മോളെ. ബാക്കിയുള്ള 2 മക്കളാര്. ഇപ്പോൾ 3 മക്കളുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. മൂന്നാമതൊരു മോൻ വന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. ഈ 2 മക്കളെന്ന് പറയണ്ടല്ലോ, 3 മക്കളെന്ന് പറയാമല്ലോ എന്ന് പറയും. ഏകനാണെന്ന് പറയുമ്പോഴും എല്ലാവരും ഉണ്ട് അഭിജിത്തിന്. അഭിജിത്തിന് ഒരു പുതിയ ലക്ഷ്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി പഠിക്കുക, ജോലി നേടുക. ഒരുപക്ഷെ തളരരുത് എന്നൊക്കെ പറയുന്നൊരു ക്ലീഷേ വാചകമാണ്. പക്ഷേ എന്നാലും അഭിജിത്ത്, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലമുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അതെല്ലാം കടന്നു പോയ പോലെ, കഴിഞ്ഞു പോയ പോലെ കരുതുക. അങ്ങനെ പറ്റില്ല എങ്കിലും ഒരു നല്ല ഭാവി ആശംസിക്കുന്നു.